നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അത് വലിയ കാര്യം തന്നെ. ഒരു തരത്തിൽ പറഞ്ഞ അറിഞ്ഞോ അറിയാതെയോ ഇന്ദ്രന്റെ ഈ അവസ്ഥയ്ക്ക് നമ്മളും കാരണക്കാരാണല്ലോ. ഇൻഷുറൻസും ടാക്സും അടയ്ക്കാൻ രവിയേട്ട മറന്നതല്ലേ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ ചെയ്യാതിരുന്നതിന്റെ കാര്യം കാരണമൊക്കെ ഹർഷയ്ക്ക് അറിയാവുന്നതാണല്ലോ. ഇനി അത് എന്നെ കൊണ്ട് പറയിക്കണം. രവിയേട്ടൻ ദേഷ്യം പിടിക്കാൻ പറഞ്ഞതല്ല, ഞാൻ കാരണം ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. എന്തായാലും രവിയേട്ടൻ ഇന്ന് കാര്യം പറ. ഇന്ന് വരുന്ന വഴിക്ക് വെച്ച് ഞാൻ സത്യനെയും മനീഷയും കണ്ടായിരുന്നു. അവര് വഴി സംസാരിച്ച് നിൽക്കുമായിരുന്നു. അവരുടെ ആ നിൽപ്പും സംസാരവും ഒക്കെ കണ്ടിട്ട് അവർക്കിടയിൽ പ്രശ്നമൊന്നും ഇല്ലാന്നാ തോന്നുന്നേ. സത്യൻ ഇപ്പോഴും മനീഷ എല്ലാത്തിനും സഹായിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യാറുണ്ട്. എങ്കിൽ പിന്നെ അവരെയും ഒന്നാക്കിക്കൂടെ? സത്യനും മനീഷ ഒന്നിച്ച ഇന്ദ്രന്റെയും കുടുംബത്തിന്റെയും എല്ലാ സാമ്പത്തിക ബാധ്യതകളും തീരും. അത് ശരിയാണല്ലോ. ആ കനകരാജിന്റെ കയ്യിൽ കോടികളുടെ ആസ്തിയാ. അതെല്ലാം മനീഷയ്ക്ക് അവകാശപ്പെട്ടതാ. അതെ, അതാ ഞാനും ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ബോണസ് കൂടിയുണ്ട്. മനീഷയ്ക്ക് ജീവിതത്തിൽ ഒരു തെറ്റുകൂടി പറ്റിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സത്യന് അവൾക്ക് മുന്നിൽ വില കൂടുകയുള്ളൂ. അങ്ങനെയാവുമ്പോ അത് കൂടുതൽ ഗുണവും ചെയ്യും. അതുകൊണ്ട് തന്നെ സത്യനൊന്ന് മനസ്സ് വെച്ചാ ഈ പ്രശ്നം ഈസി ആയിട്ട് പരിഹരിക്കാം. ശരിയാ. പക്ഷേ സുശീലാന്റെ ഇതിന് സമ്മതിക്കുമെന്നാ സംശയം. അവർക്ക് സമ്മതിച്ചാലെന്താ? ദുരഭിമാനം വെച്ചോണ്ടിരുന്ന പ്രശ്നം ഗുരുതരാവും. സോനയും ഇന്ദ്രനും ജയിലിൽ പോകേണ്ടിയും വരും. ഇനിയിപ്പോ സത്യന്റെയും മനീഷയുടെയും വിവാഹം നടത്താൻ താല്പര്യമില്ലെങ്കിലും സാരമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യം ചോദിച്ചാ ആ കനകരാജ് എത്ര ലക്ഷം രൂപ വേണേലും കൊടുക്കില്ലേ? അത് ശരിയാ. നീ ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഇന്ദ്രനോടൊന്ന് സൂചിപ്പിക്കേ. എന്നാലേ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം, അതാ നല്ലത്. വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക. ഹലോ ഹലോ ഇന്ദ്ര നീ എവിടെ? വീട്ടിലാ. എന്താ ഹർഷേ? ഞാൻ നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ? നീ സമാധാനത്തോടൊന്ന് കേൾക്കണം. ഇപ്പോഴത്തെ നിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ ഹർഷേ? കാര്യം പറ. ഒന്നാമതേ ഓരോന്നോർത്ത് തലവരുത്തിരിക്കുക. എനിക്കറിയാം, ഇപ്പൊ നിനക്ക് വേണ്ടത് പണമാ. ഒന്ന് മനസ്സ് വെച്ചാലേ എല്ലാ പ്രശ്നങ്ങളും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു വഴി നേരിൽ കണ്ടിട്ടാ രവിയേട്ടൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. നീ എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ. ഇന്ദ്ര, സത്യനും മനീഷയും തമ്മിൽ ഇപ്പോഴും നല്ല അടുപ്പത്തില്. അവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ നിന്റെ എല്ലാ പ്രശ്നവും അവസാനിക്കും. അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? സത്യന്റെ പെരുമാറ്റം കണ്ടാലറിയാം മനീഷയോട് ഒരു താല്പര്യക്കുറവും ഇല്ലെന്ന്. പിന്നെ നിനക്കെന്താ പ്രശ്നം? മനീഷയുമായിട്ട് യോജിച്ചാലേ കനകരാജ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കും. നീ പറയുന്നതൊക്കെ ശരിയാ. സത്യൻ അവരുടെ എല്ലാ കാര്യങ്ങളിലും താല്പര്യം കാണിക്കുന്നുമുണ്ട്. പക്ഷേ അവര് തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നത് അമ്മയ്ക്ക് അംഗീകരിക്കാനാവില്ല. അത് മാത്രമല്ല, നമുക്ക് നമ്മുടേതായ അഭിമാനമില്ലേ? സത്യനെ വേണ്ടാന്ന് വെച്ച് മറ്റൊരുത്തിനെ തേടിപ്പോയ ആളാ മനീഷ. അവളെ വീണ്ടും സ്വീകരിച്ചാലേ വേണ്ട, അതൊന്നും ശരിയാവില്ല. ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കിന്ദ്ര. ഈ പ്രശ്നങ്ങളിൽ നിന്നൊരു മോചനമാണ് ഇപ്പൊ വേണ്ടത്. ദുരഭിമാനവും പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നാളെ പോലീസ് വന്ന് ഇന്ദ്രനെ സോനയെ അറസ്റ്റ് ചെയ്താ എന്തായിരിക്കും അവസ്ഥ? അത് ഇന്ദ്രന്റെ അമ്മയ്ക്ക് അഭിമാനമാണോ? ഇന്ദ്രൻ ആന്റി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. കനകരാജിന്റെ കയ്യിൽ നിന്നും സത്യനെ കൊണ്ട് പണം വാങ്ങിച്ച് പ്രശ്നങ്ങൾ വേഗം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്ക്. ദുരഭിമാനവും പറഞ്ഞ് സമയം കളയുമ്പോ സോനയുടെ കാര്യം മറക്കണ്ട. അവളൊരു പെണ്ണ. ജയിലിൽ കയറേണ്ടി വന്നാ അത്രയ്ക്കങ്ങ് നന്നാവില്ല. ഞാൻ പറയാനുള്ളത് വിളിച്ചു പറഞ്ഞു. ബാക്കി നീ എന്താന്ന് വെച്ചാ ആലോചിച്ച് തീരുമാനിച്ചോ. പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി കിട്ടുമ്പോ
അതിന് നേരെ മുഖം തിരിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. അത് നീ ഓർത്താ മതി. ഇന്ദ്രൻ എന്ത് പറഞ്ഞു? അവർക്കേ അഭിമാന പ്രശ്നം. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. ആ, ബാക്കി എന്താന്ന് വെച്ചാൽ അവർ സ്വയം തീരുമാനിക്കട്ടെ. അതെ, അതാ നല്ലത്. നീ എന്താ മോനെ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ മനീഷയെ ഇനി എന്റെ കുടുംബത്തിൽ കയറ്റണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. പക്ഷേ നമ്മുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലല്ലോ അമ്മ. ആ, ഒരു വഴിയുണ്ട്. നമുക്ക് സത്തിനെ കൊണ്ട് കനരാജ് സാറിനോട് സംസാരിപ്പിക്കാം. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തില് നമുക്ക് പണമാണ് മുഖ്യം. അതിപ്പോ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും വാങ്ങണം. അതിന് സത്യം സമ്മതിക്കോ? അവനോട് ഞാൻ സംസാരിക്കാം. പിന്നെ പണം ഔദാര്യമായിട്ടൊന്നും വേണ്ട, നമുക്കത് തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ അവര് കാരണം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതല്ലേ, അത് എങ്ങനെയെങ്കിലും നികത്താം. സത്യം വന്നും തോന്നുന്നു. ആ, നീ ഇപ്പൊ കഴിക്കുന്നുണ്ടോ സത്യ? ഇപ്പൊ വേണ്ട, ഞാൻ കുളിച്ചിട്ട് വരാം. എടാ സത്യ, നീ ഇരിക്കെ. ഇന്നെന്താ നീ കട പൂട്ടാൻ വൈകിയ? ഇറങ്ങാറായപ്പോ 1-2 കസ്റ്റമേഴ്സ് വന്നു, അതുകൊണ്ടാ ഞാൻ കുറച്ച് വൈകിയത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അത് പിന്നെ മോനെ, നിനക്കറിയാവുന്ന കാര്യം തന്നെയാ. നമ്മുടെ സോനയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് മനസ്സ് വെക്കണം. അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ? എന്താ എന്താ കാര്യം? അല്ല, ഞാൻ തന്നെ പറയാം. നീ എപ്പോഴും ആ കനരാജ് സാറിന്റെ മകളുമായിട്ട് നല്ല അടുപ്പത്തിലാണല്ലോ. എങ്കിൽ പിന്നെ നമ്മുടെ ഈ അവസ്ഥയില് ഒന്ന് സഹായിക്കാൻ നിനക്ക് അവരോട് പറഞ്ഞൂടെ? അമ്മയ്ക്ക് ഇത് എന്നോട് പറയാൻ നാണം തോന്നില്ലേ? എന്തിനാ നാണിക്കുന്നത്? നിനക്ക് ആ മനുഷ്യൻ കൊണ്ട് ലോകം മുഴുവൻ നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് സഹായം ചോദിക്കുന്നതിന് മാത്രം മടിക്കുന്ന എന്തിനാ? ഓ, ഇപ്പൊ അങ്ങനെയായല്ലേ? ഇനിയിപ്പോ ഞാൻ മനുഷ്യ വിവാഹം കഴിക്കുന്നതിന് പോലും നിങ്ങൾക്ക് എതിർപ്പുണ്ടാവില്ലല്ലോ അല്ലേ? അതിപ്പോ ഞങ്ങള് പറഞ്ഞാലും അവർക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പൊ നിനക്ക് താല്പര്യം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അല്ല, ഏട്ടനും കൂടി അറിഞ്ഞോണ്ടുള്ള തീരുമാനമാണോ അമ്മ പറയുന്നത്? സത്യം, അത് പിന്നെ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ മറ്റാർക്കും പറ്റില്ല. ഏതായാലും എന്നെ മുന്നിൽ നിർത്തി കനകരാജൻ സാറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാന്ന് കരുതിയിട്ടാണെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾക്കില്ലെങ്കിലും നാണവും അഭിമാനവും എനിക്കുണ്ട്. പിന്നെ എന്റെ ജീവിതം അതെങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രശ്നം ഉണ്ടാക്കിയവർ തന്നെ അത് പരിഹരിക്കാനുള്ള വഴിയും കണ്ടെത്തിയാൽ മതി.